2020 മെയ് മാസം മുതൽ യുഎസിലെ കത്തോലിക്ക ദേവാലയങ്ങൾക്ക് നേരെ 278 ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ട്. യുഎസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ സന്നദ്ധ സംഘടനയായ കാത്തലിക് വോട്ടാണ് ഗവേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും ഭരണകൂടത്തിന്റെയും വിശ്വാസികളുടെയും അടിയന്തര ശ്രദ്ധ ക്ഷണിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ 2.5 വർഷത്തിനിടെ അമേരിക്കയിൽ 278 കത്തോലിക്ക ദേവാലയങ്ങൾ ആക്രമണത്തിന് ഇരയായതാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബ്ലാക്ക് ലൈവ്സ് മാറ്റർ പ്രക്ഷോഭങ്ങളുടെയും റോ വേഴ്സസ് വേഡ് കോടതി വിധി ചോർന്നതിന്റെയും മറപറ്റിയായിരുന്നു ഭൂരിപക്ഷം ആക്രമണങ്ങളും അരങ്ങേറിയത്. 2020 മെയ്യിൽ ജോർജ് ഫ്ലോയിഡിന്റെ മരണത്തെ തുടർന്ന് രാജ്യവ്യാപകമായി പൊട്ടിപ്പുറപ്പെട്ട ബ്ലാക്ക് ലൈവ്സ് മാറ്റർ പ്രക്ഷോഭങ്ങളെ തുടർന്നായിരുന്നു ദേവാലയങ്ങൾക്ക് നേരായ അതിക്രമങ്ങളുടെ ആദ്യ തരംഗം പൊട്ടിപ്പുറപ്പെട്ടത്. ഗർഭചിത്രത്തിന് അനുമതി നൽകുന്ന റോ വേഴ്സസ് വേഡ് വിധി തിരുത്തിക്കുറിച്ച ചരിത്ര സുപ്രീംകോടതി വിധിയുടെ കരട് രേഖ ചോർന്നതിനു പിന്നാലെയാണ് ആക്രമണങ്ങളുടെ രണ്ടാം തരംഗമുണ്ടായതായി കാത്തലിക് വോട്ട് ചൂണ്ടിക്കാട്ടുന്നത്. രണ്ടാം തരംഗത്തിലുണ്ടായ പ്രക്ഷോഭത്തിൽ മാത്രം 121 സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. തിരുസ്വരൂപങ്ങൾ തകർക്കുക, വിരൂപമാക്കുക, ദേവാലയ ഭിത്തികളിൽ കത്തോലിക്ക വിരുദ്ധ പരാമർശങ്ങൾ എഴുതുക, തീയിടുക തുടങ്ങിയവയാണ് കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത 25% കേസുകളിൽ മാത്രമാണ് കുറ്റവാളികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്നും കാത്തലിക് വോട്ടിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഭൗതിക നേട്ടം പ്രാഥമിക ലക്ഷ്യമല്ലെന്ന നിഗമനത്തിലേക്ക് സൂചന നൽകും വിധമാണ് ആക്രമണ രീതികളെന്ന് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. 42 ആക്രമണങ്ങൾ നടന്ന കാലിഫോർണിയ ആണ് ദേവാലയ അതിക്രമങ്ങളിൽ മുൻപന്തിയിലുള്ള യുഎസ് സ്റ്റേറ്റ്. ന്യൂയോർക്ക്, പെൻസിൽവാനിയ, ടെക്സസ്, കൊളറാഡോ, ന്യൂജേഴ്സി, മസാച്യുസെറ്റ്സ്, ഫ്ലോറിഡ, വാഷിംഗ്ടൺ, ഒറിഗോൺ എന്നിങ്ങനെയാണ് കാലിഫോർണിയയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ അരങ്ങേറിയ സംസ്ഥാനങ്ങളുടെ ക്രമാനുസൃത പട്ടിക. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.